ഈ ട്രക്ക് നമുക്ക് പവർ മോഡിലൊന്ന് ഓടിച്ചാലോ? അല്ലെങ്കിൽ എപ്പോഴാണ് ഓട്ടോമാറ്റിക് ട്രക്ക് പവർ മോഡിൽ ഓടിക്കേണ്ടത്? അപ്പൊ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ വണ്ടി നമുക്ക് പവർ മോഡിലും അതുപോലെ ഓട്ടോമാറ്റിക് മോഡിലും പിന്നെ എക്കണോമി മോഡിലും എപ്പോഴൊക്കെ ഓടിക്കാം, ഓടിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. എക്കണോമിയിൽ RPM എത്ര ആകുമ്പോഴാണ് ഗിയർ മാറുന്നത്, അതുപോലെ പവറിൽ ഗിയർ മാറാൻ ഇച്ചിരി സമയം എടുക്കുമോ, അതുപോലെ ഓട്ടോമാറ്റിക്കിൽ ഗിയർ മാറുമ്പോൾ RPM ഏത് ലെവലിലാണ്, അതിൻ്റെ സ്പീഡ് ഏത് ലെവലാണ് എന്നെല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസമേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ വന്ന എല്ലാ നല്ല അഭിപ്രായങ്ങളും കമൻറ്റിനായി നന്ദി. അത് മാനുവൽ ഓടിക്കുകയായിരുന്നു. ഈ ഓട്ടോമാറ്റിക് ട്രക്ക് മാനുവൽ എങ്ങനെ ഓടിക്കാമെന്നായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഒത്തിരി പ്രയോജനപ്പെടും, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക്. ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് പല രീതിയിലും ഓടിക്കാം, എപ്പോൾ എങ്ങനെ എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് മോഡ് തന്നെ നോക്കാം. ഇപ്പൊ ഓട്ടോമാറ്റിക് മോഡാണ് വാഹനം. അപ്പൊ കയറ്റം കയറുമ്പോൾ നമുക്ക് എക്കണോമിയിൽ ഓടിക്കാൻ ഒക്കത്തില്ല. അത് ഓട്ടോമാറ്റിക് തന്നെ ഓടിക്കണം. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. ഓട്ടോമാറ്റിക്കിൽ ഓടിക്കുക. കയറ്റമൊക്കെ കയറുമ്പോൾ ചെറിയ ലോഡൊക്കെയാണ്, ചെറിയ കയറ്റമാണ്. ഇതിപ്പോ തായ്ഫിന്റെ ചെറിയ കയറ്റങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി മുന്നോട്ട് വരുമ്പോൾ കയറ്റം ഇച്ചിരി കൂടും. അന്നേരം ഞാൻ പവർ മോഡിന്റെ എന്താണെന്ന് പറയാം. ശരി, അപ്പം സ്വാഭാവികമായി നിങ്ങൾ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും, ഈ കയറ്റത്തിൽ അല്ലെങ്കിൽ ചെറിയ കയറ്റത്തിലൊക്കെ എക്കണോമിയിൽ ഇട്ട് ഓടിച്ചാൽ എന്താണ് പ്രശ്നം? നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാനിപ്പോ എക്കണോമിയിലേക്ക് ആക്കി. ഇപ്പൊ 12 ഗിയറാ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓടി വന്നത് എങ്ങനെയാണ്? നല്ല പിക്കപ്പോടെ പവറോടെ 11ാമത്തെ ഗിയറിലാണ് കയറിക്കൊണ്ട് വന്നത്. അപ്പൊ അതേ സ്പീഡിൽ തന്നെ നമ്മൾ എക്കണോമിയിൽ ഇട്ടപ്പോൾ അത് 12ാമത്തെ ഗിയറായി. അപ്പൊ വണ്ടിയുടെ ആ പിക്കപ്പ് ഉണ്ടല്ലോ, ഒരു പിടുത്തം എന്നൊക്കെ പറയുന്നത്, പവർ, അതങ്ങ് നിന്നു. എന്നാൽ വണ്ടി കുഴപ്പമില്ല, സാധാരണ സ്പീഡുണ്ട്, പ്രശ്നമൊന്നുമില്ല. 80 സ്പീഡുണ്ട്. അപ്പോൾ വണ്ടിക്കൊരു പിക്കപ്പ് അങ്ങോട്ടേ ശരിയായി വരത്തില്ല. അത്രയുള്ള പ്രശ്നം. ഇപ്പൊ വണ്ടിക്കകത്ത് ചെറിയ ലോഡാണ്, എന്നാൽ 25 ടണ്ണോ 27 ടണ്ണോ ആയിട്ടൊക്കെയാണ് നിങ്ങൾ കയറുന്നെങ്കിൽ വണ്ടി ഇങ്ങനെ നിന്ന് കയറും, പക്ഷെ ഒരു രസം തോന്നത്തില്ല. ആക്സിലേറ്ററൊക്കെ ടൈറ്റായിരിക്കും, വണ്ടി ഒരു സ്മൂത്ത്നെസ് കാണത്തില്ല. നമുക്ക് എക്കണോമിയിൽ ഓടിക്കുമ്പോൾ മനസ്സിലാവും, ഇഞ്ചൻ ഒരു ഞെരക്കമൊക്കെ വരും, ഒരു പ്രയാസം കാണിക്കും. അത് നല്ലതല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലിടാം. അപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് മാറിയപ്പോൾ അത് ശരിയായിട്ടുള്ള ഗിയർ കൊണ്ടുവന്നു, ആ ഇഞ്ചിനെ പിടിച്ച് കയറാനുള്ള ഗിയറിലേക്ക്. അപ്പൊ നൈസ്, കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ കയറ്റത്ത് ചെറിയ കയറ്റമാണെങ്കിലും വലിയ കയറ്റമാണെങ്കിലും ലോഡും പുറത്ത് നമുക്ക് എക്കണോമിയിൽ ഓടും, പക്ഷെ ഓടിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ 11ാമത്തെ ഗിയർ. അപ്പൊ നമുക്ക് പവറിലേക്ക് മാറ്റാം, നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കിൽ നിന്ന് നമ്മൾ പവറിലേക്ക് മാറ്റി. അപ്പോഴും സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക് തന്നെയാണ്, അതേപോലെ പിക്കപ്പും കാര്യങ്ങളും ഒക്കെ. എന്നാലും വ്യത്യാസമുണ്ട്. ഒന്നും കൂടെ വണ്ടി സുഖത്തോടാ കയറുന്നത്. ഇഞ്ചിനൊന്നും യാതൊരു പ്രയാസവും ഇല്ല. RPM ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യും. ഇച്ചിരി RPM 11ാമത്തെ ഗിയറിൽ സ്പീഡ് കണ്ടോ, RPM കണ്ടോ, ഒരു ഇച്ചിരി RPM വ്യത്യാസം ഉണ്ടാവും. പവറിൽ ഇട്ടപ്പോൾ ഇഞ്ചിന് ശ്വാസം മുട്ടലൊന്നുമില്ല. ഇഞ്ചിനും വളരെ സന്തോഷം. നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് വാഹനം റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പവറിന്റെ കാര്യം പിടികിട്ടിയല്ലോ. അതുപോലെ ചെറിയ കയറ്റത്തൊക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്യണം, പവറിൽ നടക്കും, നല്ല പിടിച്ചങ്ങ് കയറും. എന്നാൽ എക്കണോമിയിലാണെങ്കിൽ അത് നടക്കത്തില്ല, പവറിലാണെങ്കിൽ അത് നടക്കും, ഓട്ടോമാറ്റിക്കലും നടക്കും. പിന്നെ കൂട്ടുകാരെ, ലോഡ് എന്നൊരു കാര്യം, അത് ഏത് വാഹനമായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, വണ്ടിക്കകത്ത് ഓവർലോഡ് അല്ലെങ്കിൽ കപ്പാസിറ്റിയുടെ ലോഡ് അത് ഇട്ട് നമ്മൾ കയറ്റം കയറുന്ന സമയത്തൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ട് പല ഗിയറിലും വരും. അപ്പൊ നമ്മൾ യഥാർത്ഥമായി ഓടിക്കാൻ അറിയുന്ന ഒരു ഡ്രൈവർ, മച്ചാൻ അല്ലെ ഡ്രൈവർ, ശരിയായ ആ സമയത്ത് ഓട്ടോമാറ്റിക് മോഡിലോ പവർ മോഡിലോ എക്കണോമി മോഡിലോ അല്ലെ മാനുവൽ മോഡിലോ ഓടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
അതിനെല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനം നമ്മുടെ കയ്യിരിക്കുന്നെങ്കിൽ അതിലുണ്ടായിരിക്കുന്ന സിസ്റ്റം, ഓട്ടോമാറ്റിക്കിൻ്റെ പല മോഡ് വണ്ടി ഓടിക്കാൻ, അത് നമ്മൾ ഉപയോഗിച്ച് ഓടിച്ചാൽ വണ്ടിക്ക് നല്ലതായിരിക്കും, നമുക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾ ഓട്ടോമാറ്റിക് MP4 അല്ലെങ്കിൽ വോൾവോയോ മാനോ ഏത് ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്നു, അപ്പോൾ അത് കയറ്റത്തൊക്കെ ഓടിയപ്പോൾ എങ്ങനെയായിരുന്നു, അത് ഏതൊക്കെ മോഡായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നെ ലോഡ് ഒത്തിരി കൂടുതൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അതും അവർക്കും ഡ്രൈവിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. പല മോഡിലും പല രീതിയായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഒരു മോഡിൽ മാത്രം ഓടിക്കാതെ വാഹനത്തിൽ തന്നിരിക്കുന്ന ഓരോ ഫെസിലിറ്റിയും നമ്മൾ ഓട്ടോമാറ്റിക് വാഹനത്തിൽ ഉപയോഗിച്ച് യൂസ് ചെയ്ത് ഓടിച്ചാൽ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, രസം, ആ വാഹനം മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം ഓരോന്നും നമ്മുടെ സുഖതയ്ക്കായിട്ടാണ്, നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് കമ്പനിക്കാർ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് ഓടിക്കും. ഇപ്പം നല്ല ട്രാഫിക് ജാമായി, അതുപോലെ നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പവറിലിട്ട് പോകുന്നതാണ് നല്ലത്. ഓട്ടോമാറ്റിക്കിലും കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നല്ല കയറ്റമുണ്ട്, വണ്ടി ട്രാഫിക് ജാമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എക്കണോമിയിൽ നിന്നൊക്കെ മാറ്റി ഓടിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എക്കണോമിയിൽ ഓടിക്കരുത്. ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ ഒന്നുകൂടെ നല്ലത് പവറായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലോഡ് ഉണ്ടെങ്കിലും ഇങ്ങനെ കയറിപ്പോവാം. കയറ്റത്ത് ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ നിർത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആക്സിഡൻറ്റ് കൊടുക്കണം, അത് മറക്കരുത് കേട്ടോ. വണ്ടി നല്ല കയറ്റത്തൊക്കെ നല്ല ലോഡും പുറത്തൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ റേസ് കൊടുക്കാൻ താമസിച്ചാൽ സ്വല്പം ബാക്കിലോട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ഷൻ ചെയ്യുക, ആക്സിഡൻറ്റ് കൊടുക്കുക. അതുകൊണ്ട് എക്കണോമിയിൽ കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അതേ കയറ്റമാണ്, ട്രാഫിക് ജാമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലോ പവറിലോ ആക്കുക. എക്കണോമി കയറുമെന്നും പറഞ്ഞ് അതിൽ ഓടിക്കരുത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാനുവൽ മോഡാണ്. ഓട്ടോമാറ്റിക്കിലൊക്കെ പവറിലായാലും അല്ല ഓട്ടോമാറ്റിക്കിലൊക്കെ ആയാലും ഗിയർ വീണുകൊണ്ടിരിക്കും. ചിലപ്പോൾ 3 4 വരും, 5 വരും, പിന്നെ അത് 4 അങ്ങനെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുഴപ്പമില്ല, അങ്ങനെ വേരിയേഷനൊന്നും പ്രശ്നമില്ല, അത് അതിൻ്റെ സിസ്റ്റമാണല്ലോ ഗിയർ ബോക്സിൻ്റെ, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കയറ്റം കയറണം, നല്ല ലോഡാണ്, മാനുവലിലേക്ക് ആക്കുക. ഇങ്ങനെ വേണ്ട, ഇപ്പം 3ാമത്തെ ഗിയർ തന്നെ പോയിക്കൊണ്ടിരിക്കുക, ഒരു ഗിയറും നമ്മൾ മാറ്റണ്ട. ഇപ്പം 3ാമത്തെ ഗിയർ തന്നെ മാനുവലിൽ കയറുകയാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയ RPM അങ്ങനെ കയറി വരട്ടെ വണ്ടി, കുഴപ്പമില്ല, മാനുവലിൽ തന്നെ ഇട്ടാൽ മതി. വേണ്ടേ, RPM 10 12 ഒക്കെ വെച്ച് 3ാമത്തെ ഗിയർ നമ്മൾ കയറ്റാമല്ലോ വണ്ടി. ഇപ്പം ഇതൊക്കെ ഒരു പ്രശ്നമില്ല, ഒത്തിരി റേസ് കൊടുക്കരുത്. പിന്നെ മനസ്സിലായി 3ാമത്തിൽ കയറുന്നുണ്ട് ഈസി ആയിട്ട്, വണ്ടി ഇച്ചിരിയുടെ മൂവ്മെൻ്റ് ആയി ഫ്രണ്ടിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4 ഇട്ട് കൊടുക്കാം, ഇച്ചിരി RPM കുറയ്ക്കാമല്ലോ, ഇഞ്ചിൻ്റെ അരപ്പ് കുറയ്ക്കാം, അപ്പോൾ നിന്ന് കയറിക്കോളും. പിന്നെ നിന്ന് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ തന്നെത്താനെ 1ാമത്തെ ഗിയറിലോ 2ാമത്തെ ഗിയറിലേക്ക് വന്നോളും, അല്ലെ നമ്മൾ പിടിച്ചിട്ടാലും മതി. ഓട്ടോമാറ്റിക് ആകുമ്പോൾ തന്നെത്താനെ നിന്ന് കഴിഞ്ഞാൽ മാനുവൽ മോഡിലാണെങ്കിലും അത് 1ാമത്തെ 2ാമത്തെ ഗിയറിൽ റോഡ് അനുസരിച്ച് ഇവിടെ ഒരു തെറ്റുണ്ട്. റോഡ് അനുസരിച്ച് നമ്മൾ മാനുവൽ ഓടിക്കുമ്പോൾ അത് നിന്നോളും, നിന്നിട്ട് റോഡും അതുപോലെ വണ്ടിയുടെ വെയിറ്റും അനുസരിച്ച് 1ാമത്തെ ഗിയറോ 2ാമത്തെ ഗിയറോ ആക്കണമെങ്കിൽ അത് തന്നെ ആക്കിക്കോളും. അപ്പോൾ ഇങ്ങനെയും വേണ്ട ഓടിക്കാം. ഇപ്പം 4ാമത്തെ ഗിയറിൽ മാനുവലിൽ മര്യാദയായിട്ട് വണ്ടി കയറുന്നുണ്ട്, വണ്ടിക്ക് ഒരു പ്രയാസമില്ല, RPM കുഴപ്പമില്ല, സ്പീഡും കുഴപ്പമില്ല, മര്യാദയായിട്ട് വണ്ടി കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓടിക്കാം. ഓട്ടോമാറ്റിക് ട്രക്ക് നിങ്ങൾക്ക് ഈ വിധത്തിൽ പല മോഡിൽ നിങ്ങൾക്ക് ഓടിക്കാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഈ വഴി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതുവഴി ഓരോ മോഡും ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, ഇങ്ങനെ. അപ്പോൾ ഓരോ മോഡും ചേഞ്ച് ആവും. ഓക്കെ, അതിന് ശേഷം പിന്നെ ഡിയിലേക്ക് ഇട്ടാൽ മതി, ഡിയിലേക്ക് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടട്ടെ. ആദ്യമായിട്ടൊക്കെ ഓട്ടോമാറ്റിക് ട്രക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ പല സെറ്റപ്പും നമ്മൾ പഠിച്ച് ഓടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.